നമ്മുടെ മലയാളത്തിലെ ചാനലുകൾ വാർത്തകൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ വാർത്തകൾ വളച്ചൊടിച്ച് ആടിനെ പട്ടിയാക്കി പിന്നെ അതിനെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലാൻ മിടുക്കരാണ് എന്നതിന്റെ തെളിവാണ് ഇന്നത്തെ മീഡിയ വണ്ണിന്റെ ഒരു വാർത്ത. ആ മീഡിയ വണ്ണൻ വാർത്തയിൽ വളരെ വ്യക്തമായി രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഇന്റർവ്യൂവിനെ വളച്ചൊടിച്ച് രാജീവ് ചന്ദ്രശേഖർ ഉദ്ദേശിക്കാത്ത കോലത്തിലേക്ക് ആക്കി ഇവിടെ ഒരു വർഗീയ സംഘടന ഉണ്ടാക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു വെച്ചേക്കുന്നു മീഡിയ വൺ. ഞാൻ ആ വാർത്തന്റെ ക്ലിപ്പ് ഞാൻ തരാം. അതിനു മുമ്പ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം ഇത് തന്നെയല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിസ്ഥാനത്ത് നിർത്താൻ വേണ്ടി മറ്റൊരു ചാനലാണ് ഇത്തരത്തിൽ വോയിസ് ക്ലിപ്പുകൾ കൊണ്ടുവരുന്നത്. അതിൽ ആ വോയിസ് ക്ലിപ്പുകൾ മലയാളികളുടെ മനസ്സിനെ പിടിച്ചു ഒലയ്ക്കുന്നതാണ് എന്നതുകൊണ്ട് സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിനോട് ഒരു അല്പം നീരസം തോന്നും. രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഇപ്പോ കോൺഗ്രസിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നതെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ പറയാൻ പാടുണ്ടോ എന്നൊരു തോന്നൽ ഞാനും അത്തരത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് അവരുടെ ആവശ്യം. അല്ലാതെ പരാതിക്കാരുണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ പരാതി കൊടുക്കുന്നു, ഇന്ന് പരാതി കൊടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് 72 മണിക്കൂർ കഴിഞ്ഞു. ഇതുവരെ ഒരു പരാതിയും വന്നിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസും ഇല്ല, ഒരു വഴക്കുമില്ല. അപ്പോ രണ്ടാമത്തെ വോയിസും ചീറ്റിപ്പോയി എന്ന് തന്നെയാണ് പറയേണ്ടത്. അതായത് മീഡിയകളാണ് ഇവിടെ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് ചാനലുകൾ. എന്നിട്ട് യൂട്യൂബ് ചാനലുകളുടെ മേൽ കുതിര കയറുകയും ചെയ്യും. പറയും യൂട്യൂബ് ചാനലുകൾ ഷാജിസ് കറിയ യൂട്യൂബർ, അതേപോലെ സാബു കൊട്ടോട്ടി യൂട്യൂബർ ഇങ്ങനെ പറയും. പക്ഷെ യൂട്യൂബർമാരാണ് ഈ കേരളത്തിലേക്ക് വിദേശ നാണ്യം കൊണ്ടുവരുന്നത് ചിന്തിക്കണം. ഇവിടുത്തെ മീഡിയകൾ അവർ പണമുണ്ടാക്കി അവരുടെ മുതലാളിമാരുടെ കീശയിലേക്ക് അങ്ങോട്ട് പണ്ടാരടക്കുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാരെ യൂട്യൂബർമാർ ഏത് കോലത്തിലായാലും എങ്ങനെ പണമുണ്ടാക്കിയാലും അത് ഈ രാജ്യത്തേക്ക് വിദേശ നാണ്യം കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അല്ലാതെ എത്ര യൂട്യൂബർമാരുണ്ട്? ഇവിടെയാണ് അവർ ചെലവഴിക്കുന്നത്, ഇങ്ങോട്ടാണ് പണം കൊണ്ടുവരുന്നത്. എന്നിട്ട് അവർ യൂട്യൂബർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും ചെയ്യും. സത്യത്തിൽ ഈ യൂട്യൂബർമാർ മാത്രമാണ് ഇവിടെ സത്യം വിളിച്ച് പറയുന്നത്. ഒരല്പം പൊടുപ്പും തൊങ്ങലുമൊക്കെ വെക്കും, കാരണം അത് കാണാൻ ആള് വേണ്ടേ. പക്ഷെ എങ്കിലും ആ കാര്യങ്ങൾ സത്യസന്ധമായി വിളിച്ചു പറയുന്നത് ഇവിടുത്തെ യൂട്യൂബർമാരാ. അത് പക്ഷം ചേർന്നിട്ടാണെങ്കിലും ഇരുപക്ഷത്തെയും വോയിസുകൾ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് കാണാൻ കഴിയും എന്താണ് സത്യമെന്ന്, എന്താണ് അതിന്റെ വാസ്തവമെന്ന് നമുക്കറിയാൻ കഴിയും. ഇവിടെ ഇന്നത്തെ മീഡിയ വണ്ണിന്റെ ഒരു വാർത്ത നമ്മൾ കാണുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന്റെ ഒരു ഇന്റർവ്യൂ, രാജീവ് ചന്ദ്രശേഖറുമായിട്ട് എടുക്കുന്ന ഒരു ഇന്റർവ്യൂ ആണ്. ആ ഇന്റർവ്യൂ വളരെ മനോഹരമായി അവതരിപ്പിക്കുകയാണ്. അതായത് മുസ്ലിം മന്ത്രിമാർ കേന്ദ്ര മന്ത്രിസഭയിൽ ഉണ്ടാകാത്തത് എന്തുകൊണ്ട് എന്നതാണ് ചോദ്യം. വളരെ കൃത്യമായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു വെച്ചു, ഇവിടെ മുസ്ലിം മന്ത്രിമാരുണ്ടാകും, മുസ്ലിം വിഭാഗത്തിൽ നിന്ന് മന്ത്രിമാരുണ്ടാകണമെങ്കിൽ മുസ്ലിം വിഭാഗങ്ങളിൽ നിന്ന് എംപിമാരുണ്ടാകണ്ടേ? എംപിമാരുണ്ടാകണമെങ്കിൽ മുസ്ലിം വിഭാഗം വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്താലല്ലേ MP ഉണ്ടാകൂ, എന്നാലല്ലേ നമുക്ക് മന്ത്രിയാകാൻ പറ്റൂ. മുസ്ലിം വിഭാഗം വോട്ട് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് മന്ത്രിയാക്കാൻ പറ്റാത്തത് എന്നാണ് പറയുന്നത്. എന്നാൽ അതിന് അവതാരകൻ പറഞ്ഞ ആ ഒരു ഭാഗം, ആ വാർത്താ ശകലം ഒന്ന് കേട്ടതിന് ശേഷം ഞാൻ തിരിച്ചു വരാം. മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേന്ദ്ര മന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രി ഇല്ലാത്തതെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. വോട്ട് ചെയ്താലല്ലേ മുസ്ലിം MP ഉണ്ടാകൂ, MP ഇല്ല എങ്കിൽ എങ്ങനെ മന്ത്രി ഉണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. ഞാനത് കൃത്യമായി പറഞ്ഞില്ലേ, ഞാൻ അതിൽ ഒരു സംശയമില്ലല്ലോ. സമുദായം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എങ്ങനെയാണ് ഞങ്ങള്? അല്ല, മന്ത്രിമാരില്ലാന്ന് പറഞ്ഞാൽ MP ഇല്ല. അല്ല, ഗവർണൻസിൽ കയറാൻ ഒരു MP ആവണ്ടേ? മന്ത്രിയാവാൻ ഒരു MP ആവണ്ടേ? കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിക്കിടെയാണ് കേന്ദ്ര മന്ത്രിസഭയിൽ എന്തുകൊണ്ട് മുസ്ലിം മന്ത്രിമാരില്ല എന്ന ചോദ്യത്തിന് മറുപടിയായി അവർ ഞങ്ങൾ വോട്ട് ചെയ്യുന്നില്ലല്ലോ എന്ന് കൃത്യമായി തന്നെ അദ്ദേഹം മറുപടി നൽകുന്നത്. മുസ്ലിങ്ങൾ സമുദായം ഞങ്ങൾക്ക് വോട്ട് ചെയ്യാറില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ മന്ത്രിസ്ഥാനത്തിൽ ഇടം കൊടുക്കുമെന്ന് ചോദിക്കുന്നു. മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമുള്ള മുസ്ലിം എംപിമാരുണ്ടാവുക, എംപിമാരുണ്ടെങ്കിൽ മാത്രമുള്ള മന്ത്രിമാരുണ്ടാവുക. നേരത്തെ ഞങ്ങൾക്ക് ഷാനവാസ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുണ്ടായിരുന്നു, അത് ഇപ്പോഴില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് മുസ്ലിം സമുദായം ഞങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങൾ മന്ത്രിസഭയിൽ പ്രാതിനിധ്യം കൊടുക്കാത്തത് എന്ന് വളരെ വ്യക്തതയോടുകൂടി തന്നെ പറയുന്നത്. അതായത് മുസ്ലിം സമുദായം പിന്തുണയ്ക്കാത്തിടത്തോളം കാലം ഒരു പിന്തുണയും തിരിച്ചും ലഭിക്കില്ല എന്ന് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വെക്കുകയാണ്. അതായത് മുസ്ലിം സമുദായം പിന്തുണയ്ക്കാത്തിടത്തോളം കാലം ഒരു പിന്തുണയും തിരിച്ചും ലഭിക്കില്ല എന്ന് അദ്ദേഹം BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു വെക്കുകയാണ്. നോക്കൂ, വളരെ കൃത്യമായാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഏത് വിഭാഗത്തിലായാലും അതിൽ മന്ത്രി വേണമെന്നുണ്ടെങ്കിൽ ആ വിഭാഗത്തിൽ ഒരു MP ഉണ്ടാകണം എന്ന് പറയുന്നത് പോലെ മുസ്ലിം വിഭാഗത്തിൽ നിന്ന് ഒരു MP ഉണ്ടായാലേ മുസ്ലിം വിഭാഗത്തിൽ ഒരു മന്ത്രി ഉണ്ടാക്കാൻ പറ്റൂ. അതിനപ്പുറത്തേക്ക് വേറൊന്നുമില്ലല്ലോ. നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഒരാൾ മത്സരിച്ചത് മലപ്പുറം ജില്ലയിലാണ്, മലപ്പുറം മണ്ഡലത്തിലാണ്, പാർലമെന്റ് മണ്ഡലത്തിലാണ്. ഡോക്ടർ അബ്ദുസലാം, പഴയ കാലിക്കറ്റ് VC. അദ്ദേഹത്തെ 8 നിലയിൽ പൊട്ടിച്ചു കൊടുത്തു. അദ്ദേഹം വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഒരു മന്ത്രിയാണ്, ക്യാബിനറ്റ് പദവിയുള്ള ഒരു മന്ത്രിയാക്കും എന്ന് ഉറപ്പാണ്. അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം കേന്ദ്രമന്ത്രിസഭയിൽ മലപ്പുറത്തെ അല്ലെങ്കിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുണ്ടെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന് അതുകൊണ്ട് മെച്ചമുണ്ടാവൂലേ?
അപ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ളവർ ഈ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കാത്തതുകൊണ്ടാണ് അവർ വിജയിക്കാത്തതെന്നും അതുകൊണ്ടാണ് ഇവിടെ എം പിമാർ ഉണ്ടാകാത്തത്. എം പിമാർ ഉണ്ടായാലേ മന്ത്രിയാകാൻ പറ്റൂ എന്ന് പറഞ്ഞു വെക്കുന്നത് എന്താണ്? അത്തരത്തിൽ ഞങ്ങളോട് സഹകരിക്കാത്തത് കൊണ്ട്, അതായത് BJPക്ക് മുസ്ലിങ്ങൾ വോട്ട് കൊടുക്കാത്തതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യൂ, ഞങ്ങൾക്ക് ഇങ്ങോട്ട് വോട്ട് തന്നാലേ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യൂ, ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മുസ്ലിം വിഭാഗത്തെ മുഴുവൻ ഒതുക്കി അങ്ങോട്ട് നിർത്തും, ഞങ്ങൾക്ക് വോട്ട് തരാത്തത് കൊണ്ട് ഞങ്ങൾ തോന്നിയത് ചെയ്യും എന്ന രീതിയിൽ പറഞ്ഞു വെക്കുന്നു എന്നാണ് ഈ മീഡിയ വൺ വിഷം കലക്കി വെക്കുന്നത്. സത്യത്തിൽ ഇതിൽ വല്ല അർത്ഥവുമുണ്ടോ? ഇല്ല എന്നതാണ് വസ്തുത. കഴിഞ്ഞ 11 വർഷത്തെ ഭരണം ഒന്ന് എടുത്തു നോക്ക്, BJPന്റെ ഈ തുടർഭരണം ഒന്ന് എടുത്തു നോക്ക്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ നല്ല പക്ക വർഗീയത പറയുന്നുണ്ട്. ഇതൊന്നും അറിയാതെ കുറെ സംഘികൾ കിടന്ന് കുരയ്ക്കുന്നുമുണ്ട്. അത് സത്യം. BJP നേതൃത്വമോ അല്ലെങ്കിൽ RSS മറ്റു വിഭാഗമോ ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭരണ വിഭാഗത്തിൽ എവിടെയെങ്കിലും ഒരു മുസ്ലിം വിഭാഗീയത, ഒരു വർഗീയത കാണിച്ചു തരാൻ പറ്റൂ? സംഘികളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. സംഘി, കമ്മി, കൂങ്ങി, സുഡാപ്പി, ഈ 4 ഐറ്റം ഉണ്ടല്ലോ, ഇത് ഈ നാടിന്റെ ശാപാണ്. എല്ലാ വിഭാഗത്തിലും ഉണ്ട് കുറെ ആന്റി സോഷ്യൽസ്. ഞാൻ അവരുടെ കാര്യമല്ല പറയുന്നത്. BJP മന്ത്രിസഭയുടെ കാര്യം, അല്ലെങ്കിൽ NDA മന്ത്രിസഭയുടെ കാര്യം, മുസ്ലിം വിഭാഗത്തിന് എന്തെല്ലാം ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ഇവിടെ കേരളത്തിൽ അറിയാതെ പോകുന്നത്? അന്ധമായ BJP വിരോധ നിമിത്തം ഇവിടെ കേരളത്തിൽ കിട്ടുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ പറയുന്നില്ല. ആർക്കും ഒന്നും കിട്ടുന്നുമില്ല. എല്ലാം ലാപ്സായി പോവാണ്. എന്നിട്ട് കേന്ദ്രം തരുന്നില്ല എന്ന് പറയും. ഇതുപോലെ വർഗീയ വിഷങ്ങൾ ഇളക്കി വിടും. കേന്ദ്രത്തിൽ BJP ആണ് ഭരിക്കുന്നുണ്ടെങ്കിലും, അവിടെ കോൺഗ്രസ് ആണ് ഭരിക്കുന്നുണ്ടെങ്കിലും, അവിടെ ഇനി നാളെ ഇടതുപക്ഷം ഭരിച്ചു കഴിഞ്ഞാലും അത് ഇന്ത്യയുടെ സർക്കാരാണ്. ആ സർക്കാർ എന്തൊക്കെയാണ് ഇവിടെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ പദ്ധതികൾ ഉണ്ടാക്കുന്ന വെച്ചാൽ അത് വാങ്ങേണ്ടത്, അത് ആസ്വദിക്കേണ്ടത് ഇവിടെയുള്ള ജനങ്ങളുടെ ഉത്തരവാദിത്വമാണ്. അത് ഇന്ന പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറ്റാത്ത പാർട്ടിയാണ്, അതുകൊണ്ട് ഞങ്ങൾ വാങ്ങില്ല എന്ന് പറയുന്നെങ്കിൽ അത് ധാർഷ്ട്യമാണ്. ഈ കേരളത്തിലെ ജനങ്ങളെ ഇവിടുത്തെ ഇടതും വലതും ചേർന്ന് വഞ്ചിക്കുകയാണ്, പറ്റിക്കുകയാണ്. കാരണം ഇവിടുത്തെ പദ്ധതികൾ, എന്തെല്ലാം പദ്ധതികൾ ഉണ്ടെന്നറിയാം. ആകെ ഇപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് സൗജന്യ റേഷൻ, കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന BPL-കാർക്കൊണ്ടുള്ള സൗജന്യ റേഷൻ. ആ അരി എല്ലാവരും വാങ്ങുന്നുണ്ട്. അത് കോൺഗ്രസ് എന്നോ കമ്മ്യൂണിസ്റ്റ് എന്നോ BJP എന്നോ മറ്റേതെങ്കിലും പാർട്ടി എന്നോ SDP എന്നോ വേറെ എന്തെങ്കിലും പാർട്ടി ഉണ്ടെങ്കിൽ അത് അവരാര് തന്നെ ആയാലും അവരതൊക്കെ വാങ്ങുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മുദ്രാ ലോണുകൾ, അതും എല്ലാവരും എടുക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങളാണ് സാധാരണഗതിയിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നത്. മറ്റു കാര്യങ്ങളൊന്നും ആർക്കും അറിയില്ല. ഒരുപാട് പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. ഇവിടെ രാഷ്ട്രീയത്തിന്റെ പേരിൽ, മതത്തിന്റെ പേരിൽ വർഗീയവത്കരിച്ച് നടക്കേണ്ടത് ചിലരുടെ ഉദ്ദേശമാണ്. ഒരു മീഡിയയിൽ അങ്ങനെ ഇരുന്നോട് പറയാൻ പാടില്ല. മുസ്ലിം വിഭാഗത്തെ ഞങ്ങൾ മാറ്റി നിർത്തും, ഞങ്ങൾക്ക് വോട്ട് തരാത്തതുകൊണ്ട് അവരെ ഞങ്ങൾ അവഗണിച്ച് നിർത്തും എന്ന് രാജീവ് ചന്ദ്രശേഖർ പറയാതെ പറഞ്ഞു വെക്കുന്നു എന്ന് പറയുമ്പോൾ പച്ച നുണ പറയുന്നതിന് ഒരു മര്യാദ വേണ്ടേ? ഇവിടെ BJP ഒരു പുണ്യാളനാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. കാര്യം നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളത്തിന്റെ അന്തരീക്ഷമല്ല അവിടെ. 4 ഡയലോഗ് അടിച്ചേ പറ്റൂ കിട്ടണമെന്നുണ്ടെങ്കിൽ. ആ ഡയലോഗ് അടിക്കാറുമുണ്ട്, അവർ വോട്ട് വാങ്ങാറുമുണ്ട്, വിജയിക്കാറുമുണ്ട്. പക്ഷെ അത്തരത്തിൽ തോന്നിയാസങ്ങൾ കാണിക്കാറില്ല. അത് മറ്റൊരു കാര്യം. കേരളത്തിലും ഇപ്പൊ അത് തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ഈ അഭ്യസ്ത വിദ്യരുടെ നാട്ടിൽ അത് തുടങ്ങി വന്നപ്പോൾ ചെറിയ കല്ലുകടികളൊക്കെ ഉണ്ട് എന്ന് മാത്രം. ചില അലോസരങ്ങളുണ്ട്. കാരണം ഇവിടെ ഉള്ളൊരു താരതമ്യേന കുറച്ച് വിദ്യാഭ്യാസം വിവരമുള്ളവരാ. അവരുടെ ഇടയിൽ ഈ കളി കളിക്കുമ്പോൾ നമുക്ക് തന്നെ ചില മുറിമുറുപ്പുകൾ ഉണ്ടാവും. അത് വേണോ എന്ന് നമുക്ക് തോന്നും. അത് സത്യം തന്നെയാണ്. പക്ഷെ ഉത്തരേന്ത്യയെ സംബന്ധിച്ച് അങ്ങനെയാണോ? ഒരു ഗോത്ര സമൂഹ സംസ്കാരം നിലനിൽക്കുന്ന അവിടെ അങ്ങനെയല്ല. അവിടെ ചിലപ്പോൾ അതൊക്കെ പറയേണ്ടി വരും. കാരണം അവർ നമ്മളെക്കാളും എത്രയോ വർഷം പിന്നിലാണ് അവർ ജീവിക്കുന്നത്. അവരെ മുന്നിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ അവരോടൊപ്പം ഓടി, നമുക്കൊപ്പം അവരെ ഓടിക്കുന്ന ഒരു ലെവലിലേക്ക് എത്തേണ്ടി വരും. അത് അടുത്ത ഒരു 10-15 വർഷം വന്നിട്ട് ടൈം എടുക്കുന്ന എനിക്ക് തോന്നുന്നത് ഇനിയും. എന്നാൽ തന്നെ എത്തുമോ എന്ന് സംശയമാണ്. അപ്പൊ അതുപോലെ തൽക്കാലം അവിടെ വർഗീയതയും മറ്റു കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ ഇവിടെ അത് പറയണോ? ഇത് അഭ്യസ്ത കേരളമല്ലേ? ഇവിടെ വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരല്ലേ? ഈ അന്ധമായ മതവിരോധം അല്ലെങ്കിൽ മതങ്ങൾ അല്ലെങ്കിൽ രാഷ്ട്രീയങ്ങൾ തമ്മിൽ അടിക്കാനുള്ള വിത്ത് ഇവിടെ വിതയ്ക്കേണ്ട ആവശ്യമുണ്ടോ? സത്യത്തിൽ മീഡിയ വൺ ഇന്നത്തെ വാർത്തയിൽ അതാണ് ചെയ്തത്. രാജീവ് ചന്ദ്രശേഖർ ഇവിടെ മുസ്ലിം വിഭാഗത്തെ അവഗണിക്കണമെന്നോ BJP മുസ്ലിം വിഭാഗത്തെ മാറ്റി നിർത്തുമെന്നോ ഇവിടെ പറഞ്ഞിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് മുസ്ലിം MP ഉണ്ടായാൽ മാത്രമല്ലേ മുസ്ലിം മന്ത്രി ഉണ്ടാക്കാൻ കഴിയുള്ളൂ. മുസ്ലിമിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തി കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ പോലും വോട്ട് കൊടുക്കുന്നില്ല. സത്യമല്ലേ? അത് സത്യമല്ലേ? കേരളത്തിലെ കാര്യമാണ് ചോദിക്കുന്നത്. സത്യമല്ലേ? അപ്പോ വാസ്തവം അതാണ് എന്നിരിക്കെ ആ വാസ്തവത്തെ മറച്ചു വെച്ചുകൊണ്ട് ഇവിടെ ഹിന്ദു മുസ്ലിം ഐക്യം ഇപ്പൊ കുറച്ചൊക്കെ ഇവിടെ ബാക്കിയുണ്ട്. അതിനെയും കൂടെ എങ്ങനെയെങ്കിലും വഷളാക്കി തമ്മിൽ അടുപ്പിച്ചുകൊണ്ട് ഒരു വിഭാഗീയത സൃഷ്ടിച്ചാൽ മാത്രമേ നമുക്കിവിടെ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ള ഒരു തോന്നലുണ്ടല്ലോ. അത് ആർക്ക് തന്നെയായാലും നല്ലതല്ല. പ്രത്യേകിച്ച് ഒരു ചാനൽ, ഒരു മാധ്യമം ആ രീതിയിൽ ചെയ്യുമ്പോൾ അത് 4 പേർ കാണുന്നതാണ്. മാർക്ക് റേറ്റിംഗിൽ അവർ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല, എന്റെ പുറത്തേക്ക് മാറി പോയിട്ടുണ്ടെങ്കിലും 10 പേർ കാണുന്ന, അത്യാവശ്യം തരക്കേടില്ലാതെ കാണുന്ന ആളുകൾ കാണുന്ന ഒരു ചാനൽ എന്ന നിലയിൽ സൂക്ഷിച്ച് സംസാരിക്കേണ്ടതുണ്ട്. Different angles,
Don't forget to subscribe and support this channel.